നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നിട്ടും ചിലർ വളരെ എളുപ്പത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടുകയും എന്നാൽ മറ്റു ചിലർ എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് പ്രശസ്തനായ എൽ നൈറ്റിംഗേൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രറ്റ് എന്ന അത്ഭുത രഹസ്യമാണ്. ഇതൊരു വെറും കഥയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ പോകുന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സത്യമാണ്. നമ്മുടെ സമൂഹത്തിൽ 100 പേരെ എടുത്താൽ അതിൽ വെറും 5% ആളുകൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടുന്നുള്ളൂ. ബാക്കി 95% ആളുകളും എങ്ങനെയൊക്കെയോ ജീവിച്ചു തീർക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വിജയം എന്നാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വിജയം എന്നത് യോഗ്യമായ ഒരു ലക്ഷ്യത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. അതായത് താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം ഒറ്റവരിയിൽ പറയാം: നാം എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു. ഒരു കപ്പലിന്റെ ഉദാഹരണം നോക്കാം. കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനവും അത് ഓടിക്കാനൊരു ക്യാപ്റ്റനുമുള്ളൊരു കപ്പൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരും. എന്നാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത ക്യാപ്റ്റൻ ഇല്ലാത്തൊരു കപ്പൽ കടലിലേക്ക് ഇറക്കിയാൽ എന്ത് സംഭവിക്കും? അതെവിടെയെങ്കിലും പോയി ഇടിച്ചു തകരുകയോ അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുകയോ ചെയ്യും. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. കൃത്യമായ ലക്ഷ്യമുള്ളവരാണ് ആ 5% വിജയികൾ. ലക്ഷ്യമില്ലാത്തവരാണ് ബാക്കി 95% ആളുകൾ. നിങ്ങളൊരു പോസിറ്റീവായ ലക്ഷ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് നേടിയിരിക്കും. നേരെ മറിച്ച് എനിക്ക് പണമില്ല, എനിക്ക് കടമാണ്, എൻ്റെ ജീവിതം കഷ്ടപ്പാടാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ ആയിത്തീരും. മനുഷ്യന്റെ മനസ്സ് ഒരു കൃഷിയിടം പോലെയാണ്. അവിടെ നിങ്ങളൊരു വിഷച്ചെടിയുടെ വിത്ത് നട്ടാൽ വിഷച്ചെടി വളരും. ഒരു ഫലവൃക്ഷത്തിന്റെ വിത്ത് നട്ടാൽ നല്ല ഫലം കിട്ടും. മനസ്സിന് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് വിതച്ചാലും അത് 100 മേനിയാകെ തിരിച്ചു തരും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വിതയ്ക്കുക. ഈ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇന്നു മുതൽ ഒരു 30 ദിവസത്തെ ടെസ്റ്റ്, 30 ഡേ ചാലഞ്ച് നിങ്ങൾ ചെയ്യണം. ആദ്യം തന്നെ ഒരു ചെറിയ കാർഡ് എടുത്ത് അതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒറ്റ ലക്ഷ്യം വ്യക്തമായി എഴുതി വെക്കുക. ആ കാർഡ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതുക. രാവിലെ ഉറക്കമുണരുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അത് വായിക്കുക. അത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഈ 30 ദിവസവും നെഗറ്റീവായൊരു ചിന്തയും മനസ്സിലേക്ക് കൊണ്ടുവരരുത്. ഭയമോ സംശയമോ വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറും. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലികൾ കൂടുതൽ സന്തോഷത്തോടെയും ഊർജത്തോടെയും ചെയ്യുക. ഈ 30 ദിവസം നിങ്ങൾ പൂർണ്ണമായും പോസിറ്റീവായി നിന്നാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ വിജയങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി നിങ്ങൾ മാറും എന്ന ഈ വലിയ സത്യം ഇന്ന് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. നിങ്ങളുടെ വലിയ ലക്ഷ്യം ഒരു ബുക്കിലോ കാർഡിലോ എഴുതി വെച്ച് ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐ ആം റെഡി ഫോർ ദ 30 ഡേ ചാലഞ്ച് എന്ന് പോസിറ്റീവായി കമന്റ് ചെയ്യുക. ഈ വലിയ അറിവ് നിങ്ങളെപ്പോലെ വിജയത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രപഞ്ചം വളരെ വേഗം സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.